ഇനി രാജസ്ഥാനിലേക്ക് വന്നാൽ രാജസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ സീറ്റുകൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബി.ജെ.പി. അമിത്ഷാക്ക് പിന്നാലെ നരേന്ദ്രമോദിയും ഇവിടെ കൂടുതൽ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. എംപിമാരുടെ മോശം പ്രകടനം തിരിച്ചടിക്കും എന്ന ആശങ്കയാണ് ബി.ജെ.പിക്ക്. മുഹമ്മദ് നൌഫൽ രാജസ്ഥാനിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകും. നൌഫൽ, രാജസ്ഥാനിലെത്തുമ്പോൾ എന്താണ് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന് വലിയ നിരാശ സമ്മാനിച്ച ഒരു സ്റ്റേറ്റാണ് കഴിഞ്ഞ കുറിയൊക്കെ. ഒരു തിരിച്ചുവരവിന് കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കുന്നിടത്തോളം ഒരു തിരിച്ചുവരവിനപ്പുറത്തേക്ക് വടക്ക് പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ ബി.ജെ.പിയും വലിയ അങ്കലാപ്പിലാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ പ്രചാരണത്തിൻ്റെ ഏറ്റവും റൈറ്റ് നൗ ഇപ്പോഴത്തെ ഒരു ഫേസിൽ അവിടെ നിന്ന് കാണാൻ കഴിയുന്ന ഒരു പ്രചാരണ ചൂട്, വിവിധ മുന്നണികളുടെ അങ്കലാപ്പും പ്രതീക്ഷയും ആത്മവിശ്വാസവും, അതൊക്കെ എങ്ങനെയാണ് നൌഫൽ? സൂചിപ്പിച്ചതുപോലെ തന്നെ രാജസ്ഥാൻ എന്ന് പറയുന്നത് ബി.ജെ.പിക്ക് ഒട്ടും പേടിക്കേണ്ട ഒരു സംസ്ഥാനമല്ല. പക്ഷേ ഇത്തവണ 25 നിലനിർത്തുക എന്നുള്ളത് ബി.ജെ.പിക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളി എത്രത്തോളം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് ബി.ജെ.പി ആലോചിക്കുന്നത്. 25 ലഭിച്ചില്ലെങ്കിൽ അത് ബി.ജെ.പിയുടെ പരാജയമാണ്. എത്ര സീറ്റ് ലഭിക്കുന്നോ അത് കോൺഗ്രസിന് ബോണസുമാണ്. അതുകൊണ്ട് തന്നെ ഈ പരാജയം ഒഴിവാക്കുക എന്നുള്ള അല്ലെങ്കിൽ പരാജയം ഒഴിവാക്കാനുള്ള കടുത്ത ശ്രമങ്ങളാണ് ബി.ജെ.പി നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ളവർ വീണ്ടും ഈ ഭാഗങ്ങളിൽ റാലിയുമായി വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഷെഖാവട്ടി മേഖലയിൽ ഈ ഇന്ത്യ മുന്നണിയായി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ മുന്നണിക്ക് ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. ആ പ്ലസ് പോയിന്റ് ഒരുപക്ഷെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഇല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവിടെ നിലവിലുള്ള എംപിമാരുടെ പ്രകടനം ജനങ്ങളുടെ വിലയിരുത്തലിൽ അവർ മോശമാണ് എന്നുള്ള വിലയിരുത്തലുണ്ട് എന്നുള്ള സൂചനകൾ ബി.ജെ.പി വക്താക്കൾക്ക് അല്ലെങ്കിൽ ബി.ജെ.പി നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് മറികടക്കുന്നതിന് വേണ്ടി മോദി എന്നുള്ള ഒരു ഒറ്റ പേര് മാത്രം പറഞ്ഞുകൊണ്ടുള്ള വോട്ടുപിടുത്തമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എം.പിയെ മോദിയുടെ പേരിൽ ശിക്ഷിക്കരുതേ എന്നുള്ള രീതിയിലുള്ള പ്രചാരണമാണ് ഈ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മോദി എഫക്റ്റിൽ നിലവിലുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചു കയറട്ടെ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് ഇപ്പോൾ ബി.ജെ.പിക്കുള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഈ ഷെഖാവട്ടി മേഖലയിൽ ഒരു 3-4 സീറ്റ് പോയാലും ഈ ഭാഗത്ത് അത് പോകുന്നത് ഒരിക്കലും ബി.ജെ.പിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖല കുറച്ചുകൂടി ശക്തമായി ഇത്തരത്തിൽ പിടിക്കാനാണ് ബി.ജെ.പി ഇപ്പോൾ ശ്രമിക്കുന്നത്. നൌഫൽ, അവിടെ ഈ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കുമെന്നുള്ളൊരു ആശങ്ക കോൺഗ്രസ് ക്യാമ്പിനുണ്ടോ? അതൊക്കെ പരിഹരിച്ച് തന്നെയാണോ രാജസ്ഥാനിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ ഈ പൈലറ്റും ഒപ്പം മറ്റു നേതാക്കളുമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരമാവധി പരിഹരിച്ച് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? സെഫു, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം പരിഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ പരിഹാരം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. സാധാരണ ഇവിടെ ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോ വരുമ്പോൾ സീറ്റുകൾ ഗെലോട്ട് പക്ഷത്തിന്, പൈലറ്റ് പക്ഷത്തിന് എന്ന രീതിയിൽ വീതിച്ചു കൊടുത്ത് അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് ഒരു രീതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ ഇന്ത്യ മുന്നണിയായി മത്സരിക്കുന്നതിന്റെ പേരിൽ 3 സീറ്റുകൾ CPM-നും RLP-ക്കും അതോടൊപ്പം തന്നെ ഭാരതീയ ആദിവാസി പാർട്ടിക്കും നൽകുകയുണ്ടായി. പക്ഷേ ഈ മറ്റു സീറ്റുകളിൽ ഈ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അത് ഉള്ളിൽ പുകയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ജനങ്ങളുടെ ഇടയിൽ, സാധാരണക്കാരുടെ ഇടയിൽ മനസ്സിൽ ഇപ്പോഴും ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിജയത്തിൽ നിർണായകമാകുന്ന ഒരു ഘടകം. അത് പൂർണ്ണമായും പരിഹരിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. ശരി, കോൺഗ്രസിനകത്ത് ഗെലോട്ട് പക്ഷവും ഒപ്പം പൈലറ്റ് പക്ഷവുമായി തിരിഞ്ഞുള്ള അവരുടെ പോര് അത് ഏത് തരത്തിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ തിരിച്ചുവരവും വിജയത്തിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. നിലവിൽ അങ്ങനെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ട ഒരു ചിത്രമില്ല എന്നുള്ളതാണ് അവിടെ ചെന്ന് കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ മുഹമ്മദ് നൌഫൽ ഞങ്ങളുടെ പ്രതിനിധിക്ക് പറയാനുള്ളത്.